ഇങ്ങനെയുള്ള റോഡുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് ചെറിയ ഒത്തിരി ലൈറ്റുകളുടെ ആവശ്യമൊന്നുമില്ല. കമ്പനി തരുന്ന ആ ലൈറ്റ് വെച്ച് നമുക്ക് സുഖമായിട്ട് ഓടിപ്പോവാം. അതെ. പക്ഷെ ഈ ഇരുട്ടത്ത് വരുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതെ, നമ്മൾ ഇരുട്ടത്ത് വരുമ്പോഴത്തേക്കുള്ള ആ ഒരു ബുദ്ധിമുട്ടും കൂടെ കാണാം. അതെ, കാരണം ഇപ്പൊ ഏകദേശം ലൈറ്റ് ഈ ഭാഗത്ത് തീരാറായി. ഓക്കെ, ഇപ്പൊ നമ്മുടെ ലൈറ്റ് കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ വണ്ടിക്ക് ഇത്രയേ ഉള്ളൂ വെട്ടം. അതെ, നമ്മളെ ഫ്രണ്ടിൽ പോണ വണ്ടിയുടെ വെട്ടവും കൂടെ ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇത്ര വെട്ടമേ ഉള്ളൂ. ഇതിപ്പോ NH ഹൈവേ ആയതുകൊണ്ട് നമുക്ക് വീതിയും സൈഡും ബാക്കും ഒന്നും നോക്കാതെ സ്ട്രൈറ്റ് അങ്ങ് പോവാം. ഇതൊരു സിംഗിൾ ട്രാക്ക് ആണെങ്കിൽ നമ്മള് ഇട സൈഡ് നോക്കണം, പിന്നെ എതിരെ വരുന്ന വണ്ടിയുടെ ഹെഡ്ലൈറ്റ് നോക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ലോഡും കൊണ്ട് അരുവിന് പോകാൻ പാടില്ല. ഇതിപ്പം വെയിലായതുകൊണ്ടാണ്, ഇപ്പൊ ഇവിടെ ചൂടായതുകൊണ്ടാണ് ഈ റോഡിനൊരു വെള്ളയുണ്ട്. അതെ, ലൈൻ ഇട്ടേക്കുന്നത് ലൈൻ ഇട്ട അല്ലാതെ തന്നെ റോഡിനൊരു വെളുത്ത കളറില്ലേ. അതെ, പക്ഷെ ഇത് മഴയാണെങ്കിൽ ഇത് കറുത്തിരിക്കും, നനഞ്ഞാൽ കറുത്തിരിക്കും. അപ്പൊ നമുക്ക് ഒട്ടും കാണാൻ പറ്റാതാവും. മനസ്സിലായി. കഴിവതും ലൈറ്റുകളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെയൊക്കെ ആക്സിഡന്റുകൾ നമ്മുടെ ഒഴിവാക്കുക നമ്മുടെ നാട്ടില്. അതെ, പ്രത്യേകിച്ച് നമുക്ക് ചെറിയ റോഡിലോട്ട് പോകുമ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ട് സൈഡും അല്ലെങ്കിൽ ഇട സൈഡൊക്കെ അത്യാവശ്യം വെട്ടമുള്ള ഒരു ലൈറ്റ് വെക്കണം എന്നുള്ളത്. സമയം ഏകദേശം രാത്രി 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വിജയവാഡ എൻട്രി അടിക്കുകയാണ്. അമരാവതി നദിയുടെ മുകളിലൂടെയുള്ള പാലത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാലൊക്കെ കാണാൻ ദൂരെ കാഴ്ചയൊക്കെ കാണാൻ പറ്റുമോ? ഇന്നലെ രാത്രി ആയതുകൊണ്ട് നമുക്ക് വലിയ ദൂരെ കാഴ്ചകളൊന്നും കാണാൻ കഴിയത്തില്ല. എന്നാലും അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് സൈഡിലുള്ളത് അല്ലേ. വിജയവാഡ സിറ്റി ഏരിയ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം തിരക്ക് ഒഴിഞ്ഞാണ് കിടക്കുന്നത്. നമ്മൾ പകൽ സമയത്താണ് വന്നിരുന്നെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ മാത്രമേ ഒരു 10 കിലോമീറ്റർ എങ്കിലും ഓട്ടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ കൂടുതലും ഈ ഭാഗത്ത് പകല് സമയത്ത് ഇതുവഴി വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പോലീസുകാരും ഉണ്ട്. പകല് ഇവിടെ ഉണ്ട്, ഇവിടെ മൊത്തം പോലീസുകാരാന്നേരം. അതെ, ട്രാഫിക്കും ഉണ്ട്, ബ്ലോക്കാണ്. അത് കണക്ക് തന്നെ ഒരുപാട് പേര് ഈ സിറ്റിയിലെ ഒരുപാട് കാര്യങ്ങൾക്കായി കടയിൽ കച്ചവടക്കാര് ഭയങ്കര തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ് വിജയവാഡ. ഇതിന്റെ റോഡിന്റെ ഈ ഒറ്റ ട്രാക്കേ ഉള്ളൂ. ഈ ട്രാക്ക് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്ന ട്രാക്ക് ഇല്ലയോ, ആ ട്രാക്ക് വരെ കച്ചവടക്കാരുവാ. ഇവിടെ ക്രോസിംഗ് എത്ര മണിക്കൂർ ഇപ്പൊ തന്നെ നമ്മൾ നൈറ്റ് 12 മണിക്ക് വന്നിട്ട് അത്യാവശ്യം ഫ്രണ്ടിൽ കുറച്ച് വണ്ടികളുണ്ട്. പകൽ ഇവിടത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്.